തവനൂരിലെ തോൽവി കെ.ടി. ജലീൽ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞുവെന്ന് യു.ഡി.എഫ് സ്ഥാനാർത്ഥി വി.എസ്. ജോയ് മീഡിയ വണിനോട്. അതുകൊണ്ടാണ് മത്സരിക്കാനില്ല എന്ന് പാർട്ടി അറിയിച്ചത്. മറ്റൊരു മാർഗമില്ലാതെ കെ.ടി. ജലീലിനെ പാർട്ടി നിർബന്ധിച്ച് മത്സരിപ്പിക്കുകയായിരുന്നു. മണ്ഡലത്തിലെ പൾസ് യു.ഡി.എഫിന് അനുകൂലമാണെന്നും കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കെ.ടി. ജലീലിനായില്ലെന്നും വി.എസ്. ജോയ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ആവേശം വാനോളം ഉയരുകയാണ്. നമുക്കറിയാം, തവനൂരിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി പ്രചാരണം ശക്തമാക്കുകയാണ്. ഇന്ന് എടപ്പാൾ പഞ്ചായത്തിലാണ് പ്രചാരണം. ഇപ്പം എന്താണ് എത്രത്തോളം ഉണ്ട് ഒരു പ്രതീക്ഷ? നല്ല പ്രതീക്ഷയാണ്. ജനങ്ങൾക്കിടയിൽ നിന്ന് ലഭിക്കുന്നത് നല്ല പ്രതികരണമാണ്. ഒരു മാറ്റം ഈ തവനൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 7 പഞ്ചായത്തിലും യു.ഡി.എഫിന് ജയിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഈ എടപ്പാൾ പഞ്ചായത്ത് പതിറ്റാണ്ടുകളായി ഇടതുപക്ഷം കുത്തകയാക്കി വെച്ചിരുന്ന പഞ്ചായത്താണ്. ഈ പഞ്ചായത്ത് ഉൾപ്പെടെ എല്ലാ പഞ്ചായത്തിലും അട്ടിമറി വിജയം നേടാൻ കഴിഞ്ഞു. എടപ്പാളിലെ തവനൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ്. ആ മാറ്റത്തിന്റെ കാറ്റാണ് ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയുന്ന നല്ല ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ജലീലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലോ അതോടൊപ്പം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ വോട്ട് പാറ്റേൺ അല്ല ഇതിൽ. ആ ഒരു വിജയം എന്തായാലും ഉറപ്പാണ് എന്നാണ് കെ.ടി. ജലീൽ പറയുന്നത്. അല്ല, അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഉജ്ജ്വലമായ വിജയം ഉണ്ടായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇവർ പറഞ്ഞത് ഇതായിരുന്നു, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ പാറ്റേണല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നത്. പഞ്ചായത്തിലും നിയമസഭയിലൊക്കെ വ്യത്യസ്തമാണ്. സാധാരണ ഇടതുപക്ഷത്തിന് ഏറ്റവും നല്ല വിജയം ഉണ്ടാകുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ്. അവിടെ പോലും ഞങ്ങൾക്ക് വലിയ അഭൂതപൂർവമായ വിജയം ഉണ്ടായി. മലപ്പുറം ജില്ലയിൽ 100% വിജയമാണ്. അപ്പോൾ എടപ്പാളിലും തവനൂരിലൊക്കെ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അതേ ട്രെൻഡ് ഇവിടെ നിലനിൽക്കുകയാണ്. നല്ല ഭരണവിരുദ്ധ വികാരമുണ്ട്. തവനൂരിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഒരുപാട് പൊള്ളുന്ന പ്രശ്നങ്ങളുണ്ട്, ജീവൽ പ്രശ്നങ്ങളുണ്ട്. ഈ കൊടും വേനലിൽ കുടിവെള്ളമില്ലാതെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. ചമ്രവട്ടം എന്ന് പറയുന്ന ഒരു പദ്ധതി ജലസേചന പദ്ധതിയാണ്. കോടികൾ മുടക്കി കേരളത്തിന്റെ ഖജനാവിൽ നിർമ്മിച്ച ആ പദ്ധതി ചോർച്ച കൊണ്ട് ഇന്ന് ചോർന്നൊലിക്കുകയാണ്. ആ ചമ്രവട്ടം പദ്ധതിയിലെ ചോർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ജലീൽ ഉന്നയിച്ചിരിക്കുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി. മണ്ഡലം തുടങ്ങിയത് മുതൽ 2011 മണ്ഡലം വരുന്നത്. അതും അന്ന് മുതൽ ഇവിടുത്തെ ജയിക്കുന്ന ജലീലാണ്. ഒരു ഇടതുപക്ഷ ഒരു കോട്ടയായിട്ടാണ്, പ്രത്യേകിച്ച് കെ.ടി. ജലീലിന്റെ ഒരു കോട്ടയായിട്ട് അറിയപ്പെടുന്നത്.